നിങ്ങൾ സൂപ്പറാണല്ലോ. അതല്ലോ പറയണോ? അതൊക്കെ പറയണോ? നേരത്തെ നിങ്ങൾ സൂപ്പറാണല്ലോ. അതിപ്പോ പറയാം. താങ്ക് യു. വലിയ ജീരകം ആദ്യം വെളിച്ചെണ്ണയിൽ ഇടണം കേട്ടോ. ആ ഇടാ. കറക്റ്റായിട്ട് ഒന്നും കൂടെ പറഞ്ഞു. ഇവിടെ എനിക്ക് മനസ്സിലായി. എനിക്ക് മനസ്സിലായത് ഞാൻ പറയാം. എനിക്ക് പറയട്ടെ, വലിയ പറഞ്ഞു കൊടുക്കിത്താത്ത. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇവള് വേറെ എന്തെങ്കിലും ഉണ്ടാക്കി തരും. അത് ഞാൻ തന്നെ സുഹറ ബാത്തുൽ ഷരീഫ് ഹായ് സബിയാണ്. എനിക്ക് ഞാൻ കാര്യം പറയട്ടെ. എനിക്ക് മനസ്സിലായ രീതി ഞാൻ പറഞ്ഞുതരാം. വെളിച്ചെണ്ണ ഒഴിക്കുക, അതിനകത്ത് വലിയ ജീരകം ഇടുക, പിന്നെ മീനിടുക, തേങ്ങ ചെറുക്കി ഇതിടുക, അത് വേപ്പില ഇടുക, മൂത്ത് കഴിയുമ്പോൾ ഇറക്കുക. ഇത്രയല്ലേ ഉള്ളൂ. എനിക്ക് മനസ്സിലായി. വലിയ ജീരകവാദം അങ്ങനെയല്ലേ അവളുടെ തലയിൽ കയറി ഇരുന്നോളി. അത് തന്നെ തലവെടുക്കും തലക്കറിയുന്നുണ്ട്. കണ്ട മനസ്സിലായി. പറഞ്ഞു ഇല്ല പുളകുളോ നോക്കത്തില്ല. അടിപൊളിയായിട്ട് ഫോട്ടോ. ഇതൊക്കെ ഇവള് തന്നെ ഉണ്ടാക്കാൻ പറയണേ. എന്നോട് ഈ സാധനം ഒന്നും ഉണ്ടാക്കി തരത്തില്ല. ഇത് കള്ളത്തിനും പറയാണ്. ഡ്യൂട്ടി കഴിഞ്ഞു, ഞാൻ ബസ്സിലാണ്. ഓ ബസ്സിലാണോ? ബസ്സിലാണോ? പിന്നെ ഫർഹാൻ ഡ്യൂട്ടി കഴിയുമ്പോൾ അതെനിക്ക് അറിയാം. ഫൈസിലേക്കാണെന്ന് അറിയാം കേട്ടോ. എന്തുവാ സുഹറ ബാത്തുൽ ഷരീഫ് അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കറക്റ്റ് ഷെം കണ്ടോ? എനിക്ക് മനസ്സിലേക്ക് ഒരു പ്രാവശ്യം കേട്ടാൽ മതി. എല്ലാം മെമ്മറിയാ. ഏത് പാട്ടാ ഇഷ്ടപ്പെട്ടെ? ഏത് പാട്ടാ? ഉമ്മൂട്ടി ഹായ്. ആരാണ് മമ്മൂട്ടി ആരാ? മമ്മൂട്ടിയുടെ അനിയനാ? മമ്മൂട്ടിയുടെ പുതിയ ഫോട്ടോ ഉണ്ടായിരുന്നോ? മമ്മൂക്കോടെ എന്ത് രസമാണ്. പഴയ ഫോട്ടോ ആയിരുന്നോ? പുതിയ ഫോട്ടോ ഒന്നും വന്നില്ല. ഞാൻ തോന്നുന്നു പുതിയതാണ്. നല്ല രസം ഉണ്ടായിരുന്നു. ആണല്ലേ? എങ്ങനെ ഇരിക്കുന്നു അറിഞ്ഞില്ല. പിന്നെ എനിക്ക് വിഷമമുണ്ട്. എനിക്കിഷ്ടം. ഒരു ചെയർ ഇട്ട് കൊടുക്കൂ ഭർത്താക്കന്മാരെ. അയ്യോ ഞാൻ ബഹുമാനിക്കാതെ ഒന്നുമല്ല. ചോദിക്കും, പറഞ്ഞു കൊടുക്കും. ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഞാൻ ദിവാങ്കോട്ടിലായിരിക്കുന്നത്. അവിടെ മനപ്പൂർവ്വം വന്ന് പുറകെ ചുമ്മാ ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇത് കള്ളത്തരം പറയുക. എനിക്കിതിൽ ഈ ലോകത്ത് ചോദിക്കാൻ ഒരേ ഒരാള് ഷംനാത്ത മാത്രം. എന്താ ലുക്മീന്റെ ഐസ് അൺസബ്സ്ക്രൈബ് ചെയ്തത്? ഞങ്ങൾ എന്ത് ചെയ്തു? ഞാൻ ഞാൻ കപ്പലിന്റെ കാണിച്ചു തന്നു. ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചു കൊടുക്കൂ. ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചു. കണ്ടോ കപ്പലിന്റെ വറുത്തു. ഇത് ഒരു ഇടക്കാല ആശ്വാസത്തിന് ഉണ്ടാക്കിയിട്ടാണ്. നിങ്ങൾ ചുമ്മാ ചോദിക്കും. ഷംന ഈ വീട്ടിൽ ആരുണ്ടാക്കും ചോദിക്കും. ഓരോത്തിരി മസാല കടലാണോ? അതെ ഇരിക്ക്. ഇനി എന്നെ ചീത്ത പറയണ്ട. ഇരിക്ക്. നിങ്ങളൊക്കെ പറഞ്ഞത് കൊണ്ട് ഇരിക്കാൻ. എന്റെ കപ്പലിൽ നീ ഉണ്ടാക്കിയെന്നല്ലേ പറഞ്ഞു. ആരാ ചേട്ടനും കൂടെ ഒരു സ്പൂൺ കൊടുക്കും. ഞാൻ ഇത്രയും നേരം അടുക്കളയിൽ നിന്ന് ഒറ്റയ്ക്ക് ജോലി ചെയ്തപ്പം ഒറ്റയ്ക്ക് നീ കപ്പലിൽ നിന്നോണ്ടിരിക്കുകയായിരുന്നു. സ്പൂൺ കൊടുക്കേണ്ട ആവശ്യമില്ല. സ്പൂണുമായിട്ട് ഒറ്റയ്ക്ക് നിന്ന് കഴിക്കായിരുന്നു. അടിച്ചു കേട്ടോ. എനിക്കൊരു സബ് തരാവോ? പിന്നെ ഉറപ്പായിട്ടും തരാം കേട്ടോ. ആദ്യം സബ് അടിച്ചോ. നമ്മള് വന്നു കഴിഞ്ഞതേ പിടിച്ചോ. ഫോൺ കൂടെ പിടിച്ചോ. നമ്മൾ വന്നു കഴിഞ്ഞ് എന്തെല്ലാം പണിയാണ് നൽകണം. കപ്പ വെട്ടണം, കപ്പലണ്ടി വറുക്കണം. കപ്പ വെട്ടിയത് മാത്രമല്ല, കപ്പ ഞാൻ വേവിച്ചു, കുഴച്ച് വെച്ചു, മീൻ വെട്ടി, മീൻ കറി വെച്ചു. എന്താണ് മനുഷ്യ. ഞാനും ജോലി കഴിഞ്ഞ് എന്റെ ജോലിയെല്ലാം കഴിയുമ്പോൾ 7-8 മണിയാകും കേട്ടോ. ആദ്യം സ്കൂളുണ്ട്, പിന്നെ ട്യൂഷൻ ഉണ്ട്, പിന്നെ ഓൺലൈൻ ട്യൂഷൻ ഉണ്ട്. എല്ലാം കഴിഞ്ഞ് ഞാൻ ഫ്രീ വന്നിട്ടാണ് ഞാൻ അടുക്കളയിൽ കയറുന്നത്. ഞാനതാ ജോലി കഴിഞ്ഞ് നേരത്തെ വരാത്തത്. ഇത് കണ്ടോ? എന്നിട്ട് ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നു. ജോലി കഴിഞ്ഞ് നേരത്തെ ഇങ്ങോട്ട് വന്നേക്കണം. ഒരു ദിവസം ജോലി ചെയ്യാറില്ല. കപ്പയുള്ള ദിവസം ഒന്ന് വെട്ടിത്തരും. അതിനാണ് ഇത്ര. ചക്ക ഉണ്ടെങ്കിലും വെട്ടിത്തരും. ഇത്രേ ഉള്ളൂ. മീനുണ്ടല്ലോ, അതും മീൻ വെട്ടൊന്നുമില്ല. ചുമ്മാ പറയുന്നേ. കപ്പ വെട്ടി, മീൻ വെട്ടിയോ? നമ്മുടെ ജീവിതം. നിങ്ങളെ മീൻ വെട്ടിയോ? ഇല്ല. ആരാണ് ചിരിക്കുന്നത്? നമ്മുടെ അതിന്റെ പേരെന്തുവായിരുന്നു? ആദിക്കുട്ടോ. ഹായ് അടിച്ചുവിട്ടോ. ഇക്കാക്കാന്റെ ഒക്കെ അവസ്ഥ കണ്ടാടാ. ഹായ് സ്മിത. ഹായ് ആദി. എങ്ങനെയുണ്ട്? പുതിയ സ്കൂളൊക്കെ എങ്ങനെയുണ്ട്? അവനിപ്പോ പറഞ്ഞു വിടാനാണ്. അടുത്ത നോക്കിയപ്പോ അടുത്ത എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. കേരള സ്റ്റോറി. ഉത്തമ ഭാര്യയും ഉത്തമ ഭർത്താവും.